Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഈസി ആയിട്ട് ഫ്രൈഡ് ഓണിയൻ ചിക്കൻ മസാല നല്ല വെറൈറ്റി ടേസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ലെമൺ മുഴുവനായിട്ടില്ല, അതിൻ്റെ കുറച്ച് നീര്, ഉപ്പ്. ഇനി ഇത്രയും വരവി വെക്കാം. ഇത് 1/2 കിലോ ചിക്കൻ ഉള്ള റെസിപ്പിയാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് തിരുമ്മി വെക്കാം, മസാല പിടിക്കട്ടെ ഒരു അരമണിക്കൂർ ഇരുന്നിട്ട്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായതും ഒരു വലിയ സവോള 1/2 കിലോയ്ക്ക് വേണ്ടിയിട്ട് 1.5 സവോള എടുത്തിട്ടുണ്ട്. അത് വഴറ്റി നല്ലോണം നമുക്ക് ബിരിയാണിക്കൊക്കെ ഇടൂലേ, ആ രീതിയിലോട്ട് നല്ലോണം വഴന്ന് വരണം. അന്നേരം നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചിയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇറച്ചി നല്ലോണം ഒന്ന് ഉള്ളിക്കകത്തോട്ടിട്ട് നല്ലോണം വഴറ്റി, വെള്ളം ചേർക്കാതെ നല്ല ഡ്രൈ ആയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ മസാല ഉള്ളിയൊക്കെ കൂടെ ഒന്ന് മിക്സ് ആവണം. ഈ നേരത്തെ ലേശം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കളർ ലേശം കുറവാന്ന് തോന്നിയേണ്ട. ഒരു തക്കാളി 2 പച്ചമുളകും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ വഴറ്റണം. അത് കഴിഞ്ഞിട്ട് ലേശം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒത്തിരി ആവരുത്. ആ മസാലയൊക്കെ കൂടെ ഇറച്ചിയിലും ഉള്ളിലൊക്കെ കൂടെ ഒന്ന് പിടിച്ച് ആ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടയുന്ന നേരം അതിന് വേണ്ടിയിട്ടാണ് ലേശം വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലേശം തക്കാളിക്ക് ഉള്ളിക്ക് കൂടെ വേണ്ടിയുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇറച്ചി തിരുമുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് വെച്ചിരുന്നതാണ്, അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഒരു സിമ്മിലിട്ടിട്ട് 10 മിനിറ്റ് മൂടി വയ്ക്കാം. ഇപ്പോൾ സിമ്മിലിട്ടിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഇറച്ചിയുടെ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ നേരത്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും കരിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തുറന്ന് വെച്ച് തന്നെ ഒരു 5 മിനിറ്റ്, നമുക്ക് ഗ്രേവി വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഇറക്കാം. ഗ്രേവി വേണ്ടെങ്കിൽ തീയിലിട്ടിട്ട് തീ കൂട്ടി വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി വറ്റിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഫ്രൈഡ് ഓണിയൻ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ അത്രയും കൂടെ മറക്കരുത്. ബായ്.